ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. എക്സലിലെ കോളങ്ങൾക്ക് ബോർഡർ കൊടുക്കുന്നതും അത് ഒഴിവാക്കുന്നതും എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് കോളങ്ങളിൽ കുറച്ച് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഗൂഗിളിൽ നിന്നും എടുത്ത് കോപ്പി ചെയ്ത് വെച്ചതാണ്. ഇനി ഈ സെലക്റ്റഡ് കോളങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ബോർഡർ കൊടുക്കുന്നത് എന്ന് നോക്കാം. ഞാൻ നമുക്ക് ആവശ്യമുള്ള കോളങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓൾട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം എച്ച്, അതിനുശേഷം ബി, അതിനുശേഷം എ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കോളത്തിനും ബോർഡർ വന്നു കഴിഞ്ഞു. നമുക്കിവിടെ കൂടെ നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓൾട്ട് എച്ച് ബി എ, അത് വന്നു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്ന് കൂടി നോക്കാം. ഞാൻ പഴയ പോലെ തന്നെ കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഓൾട്ട്, അതിനുശേഷം എച്ച്, അതിനുശേഷം ബി, അതിനുശേഷം എൻ. അത് നമ്മൾ ആഡ് ചെയ്ത ബോർഡറുകൾ പോയി കഴിഞ്ഞു. ഇവിടെ കൂടെ നോക്കാം. ഓൾട്ട് എച്ച് ബി എൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എക്സലിൽ കോളങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ബോർഡർ വരുത്തുന്നതും അത് ഒഴിവാക്കുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.